അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ ഇറാന്റെ സെജിൽ 3 അണിയറയിൽ ഒരുങ്ങുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ സെജിൽ 3 വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമം വെറും മറ്റൊരു ആയുധ വികസന വാർത്തയല്ല. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെയാണ് ഇറാന്റെ പവർ എന്താണെന്ന് അമേരിക്ക അറിഞ്ഞത്. കരുത്തുറ്റ ആയുധങ്ങൾ കൊണ്ടും മിസൈൽ കൊണ്ടും ഇറാൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് അമേരിക്ക അറിഞ്ഞു കഴിഞ്ഞു. സെജിൽ 3 ഇപ്പോൾ അമേരിക്കയുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആക്രമണം നടത്താൻ കഴിയും. മാത്രമല്ല, ഇത്തരം മിസൈലുകളുടെ വിക്ഷേപണത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ കണ്ടെത്തുന്നത് ശത്രു രാജ്യങ്ങളുടെ റഡാർ, ഉപഗ്രഹ ആകാശ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ സെജിൽ 3 പദ്ധതി ഒരു പുതിയ മിസൈലിന്റെ വികസനം എന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ആഗോള പ്രതിരോധ തന്ത്രങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായക സംഭവവികാസമായാണ് ലോകം ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെജിൽ 3 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ നിലവിലുള്ള സെജിൽ ശ്രേണിയിലെ ഏറ്റവും ശക്തമായ പതിപ്പായിരിക്കുമെന്നാണ് പ്രതീക്ഷ. 3 ഘട്ടങ്ങളിലുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തോടെയായിരിക്കും ഈ മിസൈലിന്റെ രൂപകൽപ്പന. ഏകദേശം 4000 കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ദൂരപരിധിയും 38,000 കിലോഗ്രാം വരെ വിക്ഷേപണ ഭാരവുമാണ് ഇതിനുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ദൂരപരിധി ഇറാന് മധ്യപൂർവേഷ്യയ്ക്ക് പുറത്തുള്ള നിരവധി മേഖലകളിലേക്കും തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിലേക്കും ആക്രമണശേഷി നൽകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. സെജിൽ മിസൈൽ പദ്ധതിയുടെ വേരുകൾ 1990കളുടെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർക്കുന്നത്. ഇറാന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ അന്ന് വികസിച്ചിരുന്ന സെൽസൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും അടിസ്ഥാനമാക്കിയാണ് പിന്നീട് സെജിൽ പദ്ധതി രൂപം കൊണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഖര ഇന്ധന സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച പുരോഗതിയിൽ സെജിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറിയത്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വളരെ വേഗത്തിൽ വിക്ഷേപണത്തിന് തയ്യാറാകാൻ കഴിയുന്നതിനാൽ യുദ്ധ സാഹചര്യങ്ങളിൽ അവയ്ക്ക് കൂടുതൽ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കുന്നു. സെജിൽ പദ്ധതിയുടെ വികസനത്തിൽ ചൈനയുടെ സാങ്കേതിക സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തലും വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാനോ ചൈനയോ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. നിലവിലുള്ള സെജിൽ മിസൈലിന്റെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തി ദൂരപരിധിയും കൃത്യതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെജിൽ 3 വികസിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പദ്ധതി വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാൽ ഇറാന്റെ ദീർഘദൂര മിസൈൽ ശേഖരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നായി സെജിൽ 3 മാറുമെന്നും മധ്യപൂർവേഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.